ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സെന്റൻസുകൾ. അതായത് നമ്മൾ ഒരു സെന്റൻസ് പറയുമ്പം തൊട്ടടുത്ത് തന്നെ അതിനോട് ബന്ധപ്പെട്ട കുറച്ച് സെന്റൻസുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് വേറൊരു സെന്റൻസ് നമ്മൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിന് റിലേറ്റഡ് ആയിട്ട് വേറൊരു സെന്റൻസ്, ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സംസാരിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നെറ്റ് ഇഷ്യൂസ് കാരണം കുറച്ച് വൈകിട്ടുണ്ട്. 8 മണിക്കാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഈ വീഡിയോന്റെ താഴെ കമന്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാവരും കാണും, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഞാൻ ഷോപ്പിൽ പോവുകയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ? നമുക്കറിയാം ഐ എം ഗോയിങ് ടു ദ ഷോപ്പ് എന്നാണ്. ഐ എം ഗോയിങ് ടു ദ ഷോപ്പ്, ഞാൻ ഷോപ്പിൽ പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിൽ പോകുന്നത് എന്ന് നമുക്ക് പറയണ്ടേ? എനിക്കൊരു ഷർട്ട് വേണം, അല്ലെ? എനിക്കൊരു ഷർട്ട് വേണം എന്ന് പറയുമ്പോൾ ഐ വുഡ് ലൈക്ക് എ ഷർട്ട്, ഐ വാണ്ട് എ ഷർട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് എ ഷർട്ട്. എനിക്കൊരു ഷർട്ട് വേണം. ഇനി എനിക്കൊരു ഷർട്ട് വാങ്ങണം ഇങ്ങനെ പറയുകയാണെങ്കിലോ ഐ വുഡ് ലൈക്ക് ടു ബൈ എ ഷർട്ട്. ഇനി അവിടെ നമുക്ക് വാണ്ട് ടു യൂസ് ചെയ്തും പറയാം. ഐ വോണ്ട് ടു ബൈ എ ഷർട്ട്, എനിക്കൊരു ഷർട്ട് വാങ്ങണം, അല്ലെങ്കിൽ ഹാവ് ടു യൂസ് ചെയ്ത് പറയാം നമ്മുടെ ആവശ്യമായതുകൊണ്ട്. ഓക്കെ, ഞാൻ ഒരു ഷർട്ട് വാങ്ങി, ഞാൻ ഒരു ഷർട്ട് വാങ്ങി, അല്ലേ? അതും അതിനോട് ബന്ധപ്പെട്ട സെന്റൻസ് ആണ്. ഐ ബോട്ട് എ ഷർട്ട്, ഐ ബോട്ട് എ ഷർട്ട്, ഞാനൊരു ഷർട്ട് വാങ്ങി. ഞാൻ കാശ് കൊടുത്തു, അല്ലേ? ഷർട്ട് വാങ്ങുമ്പോൾ നമ്മൾ കാശ് കൊടുക്കണം. ഞാൻ കാശ് കൊടുത്തു. ഐ പേഡ് ദ മണി, ഐ പേഡ് ദ മണി, ഞാൻ കാശ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ കാശ് കൊടുക്കുമ്പോൾ അവർ തിരിച്ച് നമുക്ക് ബാക്കി തരും. അപ്പൊ എങ്ങനെ പറയാം? അവർ ബാക്കി തിരിച്ചു തന്നു, അല്ലെ? അവർ ബാക്കി തിരിച്ചു തന്നു. ഫസ്റ്റ് ആണ്. ദേ ഗേവ് മീ ദ ബാലൻസ് ബാക്ക്, ദേ ഗേവ് മീ ദ ബാലൻസ് ബാക്ക്. ഓക്കെ, ഷർട്ട് വാങ്ങുമ്പോൾ ഒരു പാൻറ് കൂടി ഞാൻ വാങ്ങി. ഷർട്ട് വാങ്ങുമ്പോൾ ഒരു പാൻറ് കൂടി ഞാൻ വാങ്ങി. ഇങ്ങനെ പറയാം. ഐ ബോട്ട് എ ഷർട്ട് ആൻഡ് എ പെയർ ഓഫ് പാൻസ്. ഷർട്ട് വാങ്ങുമ്പോൾ ഞാനൊരു പാൻറ് കൂടി വാങ്ങി എന്നാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. വൈൽ ബൈയിങ് ദ ഷർട്ട്, ഷർട്ട് വാങ്ങുന്ന സമയത്ത് ഐ ഓൾസോ ബോട്ട് എ പെയർ ഓഫ് പാൻറ്. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. 2 രീതിയിൽ ഈ സെന്റൻസ് പറയാം. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഞാൻ വസ്ത്രങ്ങൾ നോക്കി. നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡ്രസ്സുകൾ ഇങ്ങനെ നോക്കാറുണ്ട്. ഞാൻ വസ്ത്രങ്ങൾ നോക്കി. ഐ ലുക്ക്ഡ് അറ്റ് ദ ക്ലോത്ത്സ്, ഐ ലുക്ക്ഡ് അറ്റ് ദ ക്ലോത്ത്സ്. ഓക്കെ, ഈ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ചുരിദാർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഷോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പറയാറുണ്ടല്ലോ. എങ്ങനെ പറയാ? ഈ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ദിസ് ഷർട്ട്. ഷർട്ടിന് പകരം നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഐ ലൈക്ക്ഡ് ദിസ് ഷർട്ട്. ഓക്കെ, ഇതെനിക്ക് ഫിറ്റ് ആകുമോ? അതായത് നമുക്ക് സൈസ് പാകാകുമോ എന്നാണ്. ഇതെനിക്ക് ഫിറ്റ് ആകുമോ? എങ്ങനെ ചോദിക്കുക? വിൽ ദിസ് ഫിറ്റ് മീ, വിൽ ദിസ് ഫിറ്റ് മീ. ഓക്കെ, ഇതിന്റെ വില എത്രയാണ്? ഇതിന്റെ വില എത്രയാണ്? എങ്ങനെ ചോദിക്കൂ? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ്? എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണിത്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ്? ഓക്കെ, ഈ നമ്മൾക്ക് ഷോപ്പിൽ നിന്ന് ചോദിക്കാറുണ്ട്, കുറച്ച് കുറയ്ക്കാമോ എന്ന് ചോദിക്കാറുണ്ട്, അല്ലെ? വിലക്ക് അധികം നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്, കുറച്ച് കുറയ്ക്കാമോ? എങ്ങനെ ചോദിക്കുക? റിക്വസ്റ്റ്. ക്യാൻ യു റെഡ്യൂസ് ദ പ്രൈസ്? ക്യാൻ യു റെഡ്യൂസ് ദ പ്രൈസ്? ഓക്കെ, ഈ സൈസ് എനിക്ക് ശരിയല്ല, ഈ സൈസ് എനിക്ക് ശരിയല്ല. ദിസ് സൈസ് ഡസന്റ് ഫിറ്റ് മീ, ദിസ് സൈസ് ഡസന്റ് ഫിറ്റ് മീ. ഓക്കെ, ഇനി നമുക്ക് കളറുകൾ ഇത് നമുക്ക് പറ്റിയതല്ലെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്, മറ്റൊരു കളർ ഉണ്ടോ? മറ്റൊരു കളർ ഉണ്ടോ? ഡു യു ഹാവ് അനദർ കളർ? ഡു യു ഹാവ് അനദർ കളർ? ഓക്കെ, ഇത് ഞാൻ വാങ്ങാം, ഇത് ഞാൻ വാങ്ങാം. ഐ വിൽ ടേക്ക് ദിസ്, ഐ വിൽ ടേക്ക് ദിസ്. അല്ലെ, ബൈക്ക് പകരം നമ്മൾ ടേക്ക് യൂസ് ചെയ്യും. ഇവിടെ ഏറ്റവും നല്ലത് ടേക്ക് ആണ്, കാരണം ഇത് ഞാൻ വാങ്ങാം എന്ന് പറയുമ്പോൾ ഇത് ഞാൻ എടുക്കാം എന്നുള്ളതും കൂടിയാണ്. അപ്പം ഐ വിൽ ടേക്ക് ദിസ്. ഓക്കെ, ദയവായി ബിൽ തരാമോ? ദയവായി ബിൽ തരാമോ, അല്ലെങ്കിൽ ബിൽ തരാമോ എന്ന് പറയുമ്പോഴേ can I get the bill please? Can I get the bill please? ഓക്കെ, ഞാൻ ഷോപ്പിൽ നിന്ന് പുറത്തു വന്നു, ഞാൻ ഷോപ്പിൽ നിന്ന് പുറത്തു വന്നു. ഐ കെയിം ഔട്ട് ഓഫ് ദ ഷോപ്പ്, ഐ കെയിം ഔട്ട് ഓഫ് ദ ഷോപ്പ്. ഞാൻ ഷോപ്പിൽ നിന്ന് പുറത്തു വന്നു. ഓക്കെ, നെക്സ്റ്റ്. ഈ ഷർട്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, അല്ലെ? ഈ ഷർട്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എങ്ങനെ പറയാ? ദിസ് ഷർട്ട് is of good quality, this shirt is of
ഗുഡ് ക്വാളിറ്റി. ഓക്കെ, നമുക്ക് എപ്പോഴും ഒരു പരാതിയാണ്, ഇത് വളരെ വില കൂടിയതാണെന്ന് പറയാറുണ്ടല്ലേ. ഇപ്പൊ ഒരു ചുരിദാർ ആയാലും ഒരു ഷർട്ട് ആയാലും ഒരു മുണ്ടായാലും ഒക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇത് വളരെ വില കൂടിയതാണ്. ദിസ് ഇസ് വെരി എക്സ്പെൻസീവ്, ദിസ് ഇസ് വെരി എക്സ്പെൻസീവ്, വളരെ വില കൂടിയതാണ്. ഇതെനിക്ക് കംഫർട്ടബിൾ ആണ് അല്ലെ. നമ്മളിപ്പോ ഒരു പാന്റ് എടുത്തോ ഒരു ഷർട്ട് എടുത്തോ ഒരു ചുരിദാർ എടുത്തോ നമ്മൾ പറയാം ഇതെനിക്ക് കംഫർട്ടബിൾ ആണ് എന്ന് പറയാറുണ്ടല്ലോ. ദിസ് ഇസ് കംഫർട്ടബിൾ ഫോർ മീ, ദിസ് ഇസ് കംഫർട്ടബിൾ ഫോർ മീ. ഓക്കെ, ഇനി നമ്മളിപ്പോ നമ്മളൊരു സമ്മതം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം ചോദിക്കുകയാണ്. മിററിൽ നോക്കട്ടെ അല്ലെ, നമ്മൾ ഡ്രസ്സ് ഒന്ന് ഫിറ്റ് ആക്കി കഴിഞ്ഞാൽ ഒന്ന് ഡ്രസ്സ് ഒന്ന് എടുത്തിട്ട് നമ്മള് ഇപ്പം മിററിൽ നോക്കട്ടെ എന്ന് ചോദിക്കാറുണ്ടല്ലോ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ലെറ്റ് മീ യൂസ് ചെയ്ത് പറയാം. ലെറ്റ് മീ ചെക്ക് ഇൻ ദ മിറർ, ലെറ്റ് മീ ചെക്ക് ഇൻ ദ മിറർ. മിററിൽ നോക്കട്ടെ, ഞാൻ മിററിൽ നോക്കട്ടെ. ഓക്കെ, ഇതെനിക്ക് പറ്റിയതാണ് അല്ലെ, ഇത് നല്ല സ്യൂട്ടാണ്. അപ്പൊ എങ്ങനെ പറയാ, ദിസ് സ്യൂട്ട്സ് മീ, ഇതെനിക്ക് പറ്റിയതാണ്, എനിക്ക് സ്യൂട്ട് ആയതാണ്. ഓക്കെ, ഇനി നമുക്കതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിലോ, ഇത് എക്സ്ചേഞ്ച് ചെയ്യാമോ, ഇത് എക്സ്ചേഞ്ച് ചെയ്യാമോ. കെൻ ഐ എക്സ്ചേഞ്ച് ദിസ്, കെൻ ഐ എക്സ്ചേഞ്ച് ദിസ്. ഓക്കെ, ഷോപ്പിൽ നല്ല കളക്ഷൻ ഉണ്ട്, ഷോപ്പിൽ നല്ല കളക്ഷൻ ഉണ്ട്. എങ്ങനെ പറയാ, ദ ഷോപ്പ് ഹാസ് എ ഗുഡ് കളക്ഷൻ, ദ ഷോപ്പ് ഹാസ് എ ഗുഡ് കളക്ഷൻ. ഓക്കെ, ഞാൻ വീണ്ടും ഇവിടെ വരും അല്ലെ, ഞാൻ വീണ്ടും ഇവിടെ വരും. എങ്ങനെ പറയാ, ഐ വിൽ കം ഹിയർ അഗെയിൻ, ഐ വിൽ കം ഹിയർ അഗെയിൻ, ഞാൻ വീണ്ടും ഇവിടെ വരും എന്നാണ്. അവൻ എന്നെ സഹായിച്ചു, അവൻ എന്നെ സഹായിച്ചു. ഹി ഹെൽപ്ഡ് മീ, ഹി ഹെൽപ്ഡ് മീ. ഓക്കെ, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു, ഇവിടെയുള്ള ഡ്രസ്സുകളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഐ ലൈക്ക്ഡ് എവറിത്തിങ്, ഐ ലൈക്ക്ഡ് എവറിത്തിങ്, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഓക്കെ, എനിക്ക് ഈ ഷർട്ടിനേക്കാളും ആ ഷർട്ടാണ് ഇഷ്ടപ്പെട്ടത് എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു സെന്റൻസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു സെന്റൻസുകളാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വീണ്ടും വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുമ്പത്തെ എല്ലാ വീഡിയോസുകളും കാണുക, നമ്മുടെ ഷോർട്സുകൾ കാണുക, അതിൻ്റെ അടിയിൽ റിലേറ്റഡ് ആയിട്ട് വീഡിയോസുകൾ ചെയ്യുന്നുണ്ട്, അത് കാണുക. അതുപോലെ തന്നെ ഇപ്പം ചില സമയത്ത് നെറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്ത് വീഡിയോ ചെക്കിങ്ങിൽ അങ്ങനെ കിടക്കും, അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. സോ വീഡിയോയുടെ ടൈപ്പ് ചിലപ്പോൾ ഒന്ന് ചേഞ്ച് ആയെന്ന് വരും, എന്നാലും ഞാൻ കഴിവിൻ്റെ പരമാവധി ഡെയിലി വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യുക, നിങ്ങളും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അതായത് വീഡിയോസൊക്കെ കണ്ട് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് നിങ്ങളും സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിന് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ വീഡിയോ കാണാതായിട്ടും കമൻറ്റ് വന്നിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്. എന്തുകൊണ്ട് നേരം വൈകി 6 മണിക്ക് വീഡിയോ കാണാഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോസിന് 1 പേര് 2 പേരായാലും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നെറ്റ് ഇഷ്യൂസ് കാരണമാണ്. ഇനി ഞാൻ വീഡിയോ ചെയ്യാത്ത ദിവസമാണെങ്കിൽ 2-3 ഷോർട്സ് എങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിലും കൂടുതലായിട്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക. എങ്ങനെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളിലേക്ക്, ഇത് ആവശ്യമുള്ള ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്തരത്തിലുള്ള വീഡിയോസുകളാണ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടി ഒന്ന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെന്റൻസുകളായിട്ടും ക്ലാസ്സുകളായിട്ടും ഒക്കെ എടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.